നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എന്നാണത് ദ പ്രൈസ് ഇഫക്റ്റ് ഓർ ചേഞ്ചിങ് പ്രൈസ് ഓഫ് പ്രൈസ് കൺസെപ്ഷൻ കർവിനെ പറ്റിയിട്ടാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമ്മൾ മുമ്പത്തെ ഇതിലൊക്കെ നമ്മൾ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ ഇൻകത്തിൻ്റെ കാര്യമായിരുന്നു. ഇൻകം കൺസെപ്ഷൻ കർവ്, അതായത് ഇൻകത്തിലുണ്ടാകുന്ന മാറ്റങ്ങൾ കാര്യത്തിനൊക്കെ പറ്റിയിട്ടായിരുന്നു പറയുന്നത്. ഇവിടെ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് നമ്മൾ പ്രൈസിനെ പറ്റിയിട്ടാണ്. പ്രൈസിലുണ്ടാകുന്ന ചേഞ്ച് കാര്യങ്ങളൊക്കെ പറ്റിയിട്ടാണ് നമ്മൾ കൂടുതൽ ഇതിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതായത് ഇതിൽ നമ്മുടെ ഇൻകം, അതായത് കൺസ്യൂമർ ഇൻകം ചേഞ്ച്, കൺസ്യൂമർ റിമെയിൻസ് സെയിം. അതായത് എക്സ് ആൻഡ് വൈയിൽ ഏതെങ്കിലും ഒരു പ്രൊഡക്റ്റിൻ്റെ പ്രൈസിൽ മാത്രം, ഇൻകം എല്ലാത്തിനും സെയിം ആയിരിക്കും, പക്ഷെ പ്രൈസിൽ വ്യത്യാസം വരും. അതാണ് ഇറ്റ് ഈസ് പോസിബിൾ ഇൻകം ഓഫ് കൺസ്യൂമർ റിമെയിൻ സെയിം ബട്ട് ദ പ്രൈസ് ഓഫ് കൊമോഡിറ്റി മേ ബി ചേഞ്ച്. ഇൻകമൊക്കെ ഒരേപോലെ തന്നെയായിരിക്കും, പക്ഷേ ആ പ്രോഡക്റ്റിൻ്റെ പ്രൈസിൽ വരുന്ന വ്യത്യാസം അതാണ്. അതേപോലെ തന്നെ when the price of one commodity change the say x the equilibrium of consumer also change. അതായത് ഒരു പ്രൊഡക്റ്റിൻ്റെ നമ്മൾ രണ്ട് പ്രൊഡക്റ്റുകളെ പറ്റിയിട്ടൊക്കെ ആയിരുന്നു കഴിഞ്ഞൊക്കെ പഠിച്ചിരുന്നത്. പക്ഷേ ഇവിടെ എന്താണെന്ന് വെച്ചാൽ ഒരു പ്രൊഡക്റ്റിനെ പറ്റിയിട്ടാണ് കൂടുതൽ പറയുന്നത്. അതിൽ ഇക്വിലിബ്രിയം ആണ് ആ കൺസ്യൂമറിൻ്റെ ചേഞ്ച് ആവുന്നത്. ദ സ്ലോപ്പ് ഓഫ് ബഡ്ജറ്റ് ലൈൻ ദ കൺസ്യൂമർ ഓൾസോ ഷിഫ്റ്റ്. അതുപോലെ അവരുടെ കൺസ്യൂമർ ലൈൻ, അതായത് ബഡ്ജറ്റ് ലൈനിൽ അവർക്ക് വ്യത്യാസം വരുന്നു. വെൻ ദ പ്രൈസ് ഓഫ് ഇഫ് ഗുഡ്സ് ഫോൾ ദ റിയൽ ഇൻകം ഓഫ് കൺസ്യൂമർ ഇൻക്രീസ്. അതായത് ഇപ്പോൾ രണ്ട് പ്രോഡക്റ്റിൽ ഒരു പ്രോഡക്റ്റിന് എന്തെങ്കിലും പ്രൈസിന് ചേഞ്ച് വരുമ്പോൾ നമ്മൾ എന്താണ് കൂടുതൽ മേടിക്കുക, ക്വാണ്ടിറ്റി നമ്മൾ കൂടുതൽ പർച്ചേസ് ചെയ്യും. സോ അവിടുത്തെ റിയൽ ഇൻകം എന്താ ഉണ്ടാവുക, റിയൽ ഇൻകം ഇൻക്രീസ് ചെയ്യുന്നു. നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്തായിരുന്നു റിയൽ ഇൻകം എന്ന്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഒരു സാധനം മേടിക്കാൻ പോയ സമയത്ത് ഒരു പ്രൊഡക്റ്റിൻ്റെ വില എന്ന് പറഞ്ഞത്, ഒരു ഓറഞ്ചിൻ്റെ വില എന്ന് പറഞ്ഞാൽ 20 രൂപയാണെന്ന് വിചാരിക്കും. അപ്പോൾ പക്ഷേ അവിടെ കടയിൽ പോയപ്പോഴാണ് അറിയുന്നത് അവിടെ ആ ഓറഞ്ചിൻ്റെ വില 10 രൂപയാണ് എന്ന്. അപ്പോൾ അയാൾ എന്താ അപ്പോൾ അയാൾക്ക് 10 രൂപ മിച്ചം കിട്ടുന്നില്ലേ. അപ്പോൾ അയാൾ എന്താ ഒരു ആപ്പിൾ ഒരു 10 രൂപയ്ക്കും കൂടി കൂടുതൽ മേടിക്കുന്നു. അപ്പോൾ അയാൾക്ക് അതിന് പറയണതാണ് എന്തെന്നാണ് റിയൽ ഇൻകം. അപ്പോൾ നമ്മുടെ എൻ്റെ പ്രൊഡക്റ്റിൻ്റെ പ്രൈസിൽ ചേഞ്ച് വരുമ്പോൾ, പ്രൊഡക്റ്റിൻ്റെ ഏതെങ്കിലും ഒരു പ്രൈസിൽ ചേഞ്ച് വരുമ്പോൾ അയാൾക്ക് എന്താണ് അപ്പോൾ അയാൾ റിയൽ ഇൻകം ഇൻക്രീസ് ചെയ്യുന്നു. അതുകൊണ്ട് അയാൾ ഇൻകത്തിന് വലിയ മാറ്റമൊന്നും വരാൻ പോകുന്നില്ല. പ്രൊഡക്റ്റ് കൂടുതൽ മേടിക്കാൻ പറ്റും എന്നൊന്നും മാത്രമേ ഉള്ളൂ. then the consumer would shift the higher when the price of goods fall the real income of consumer then the consumer would shift to higher indifference. അപ്പോൾ എന്താണ്, കൂടുതൽ സാറ്റിസ്ഫാക്ഷൻ കിട്ടുമ്പോൾ എന്താ ഉണ്ടാവണത്, അവർ ഹയർ ഇൻഡിഫറൻസ് കർവ് ആവും. അതായത് സാറ്റിസ്ഫാക്ഷൻ കൂടുകയാണ്, കുറച്ച് റിയൽ ഇൻകം കൂടുതൽ ആവുമ്പോൾ നമുക്ക് എന്താണ് ഓട്ടോമാറ്റിക്കലി സാറ്റിസ്ഫാക്ഷൻ വരുന്നു. സോ അത് ചേഞ്ച് ഇൻ ടു ഹയർ ഇൻഡിഫറൻസ് കർവായിട്ട് മാറുന്നു. Then on other hand the price of goods rise, the real income of consumer falls, then would shift to lower indifference curve. അതായത് പ്രൈസ് കൂടും, ഇൻകം ഒക്കെ കുറയുകയാണെങ്കിൽ അപ്പോൾ എന്താ ഉണ്ടാവുക, നമ്മുടെ പ്രൈസൊക്കെ കൂടിയാണ് നമുക്ക് റിയൽ ഇൻകം അപ്പോൾ എന്താണ് ഇൻഡിഫറൻസ് കർവായിട്ടാണ് വരുന്നത്. ഇതിൻ്റെ എഫക്റ്റ് ഓഫ് ചേഞ്ച് ഇൻ പ്രൈസ് ഓഫ് ഗുഡ്സ് ഓൺ ക്വാളിറ്റി ഓഫ് ഇറ്റ്സ് പർച്ചേസ്. അതായത് പ്രൈസിന് വ്യത്യാസം വന്നിട്ട് നമ്മളെ മേടിക്കുന്ന സാധനത്തിന് ക്വാണ്ടിറ്റി നമ്മൾ മേടിക്കുന്നതിന് വ്യത്യാസം വരുന്നതിന് പറയുന്നത് പ്രൈസ് ഇഫക്റ്റ് എന്ന് പറഞ്ഞത്. മനസ്സിലായോ? ചേഞ്ച് ഇൻ പ്രൈസ് ഓഫ് ഗുഡ്സ് ക്വാണ്ടിറ്റി ഓഫ് ഇറ്റ്സ് ദ എഫക്റ്റ് ഓഫ് ചേഞ്ച് ഇൻ പ്രൈസ് ഓഫ് ഗുഡ്സ്, ആ ഗുഡ്സിൻ്റെ പ്രൈസിൽ വരുന്ന മാറ്റം ഓൺ ദ ക്വാണ്ടിറ്റി ഓഫ് ഇറ്റ്സ് പർച്ചേസ് ഇറ്റ്സ് ഓൾസോ നോൺ ആസ് പ്രൈസ് ഇഫക്റ്റ്. അവർ മേടിക്കുന്ന ക്വാണ്ടിറ്റിയിൽ വരുന്ന അതിൻ്റെ പ്രൈസിൽ വരുന്ന വ്യത്യാസം, അതിനെ പറയുന്നതാണ് എന്തെന്ന് പറഞ്ഞത് പ്രൈസ് എഫക്റ്റ്. ദ പ്രൈസ് ഓഫ് അതർ ഗുഡ്സ് ആൻഡ് ഇൻകം ഓഫ് കൺസ്യൂമർ റിമെയിൻ കോൺസ്റ്റന്റ്. പ്രൈസിൻ്റെ അളവും വ്യത്യാസം പക്ഷേ അവരുടെ ഇൻകം എന്താണ്, ഒരു വ്യത്യാസം കാര്യങ്ങളൊന്നും വരില്ല. ഇനി നമുക്കതൊരു ഡയഗ്രാമിൻ്റെ ഹെൽപ്പിലൂടെ പഠിക്കാം. ഇതാണ് അതിൻ്റെ എന്താ പറയുക,
എക്സ് കൊമോഡിറ്റി ഉണ്ട്, വൈ കൊമോഡിറ്റി. അങ്ങനെയൊക്കെ ഡയഗ്രാം നോക്കൂ നിങ്ങൾ. ആ ഡയഗ്രാമത്തിൽ വന്നിരിക്കണം കണ്ടോ, എക്സ് കൊമോഡിറ്റി, വൈ കൊമോഡിറ്റി. ഇതിൽ എ ബി എന്ന് പറഞ്ഞതാണ് എന്തെന്ന് പറഞ്ഞത് നമ്മുടെ ബഡ്ജറ്റ് ലൈന്. ഇൻ ദിസ് ഡയഗ്രാം കമോഡിറ്റി എക്സ് ഈസ് ടേക്കൺ ഓൺ എക്സ് ആക്സിസ് അല്ലേ. എക്സ് എന്ന് പറഞ്ഞത് എക്സ് ആക്സിസിൽ ടേക്ക് ചെയ്തിട്ടുണ്ട്. ആൻഡ് വൈ ആക്സിസിൽ ദ കമോഡിറ്റി ഈസ് വൈ ആക്സിസ്. കണ്ടോ, കമോഡിറ്റി വൈ ആക്സിസിലുണ്ട്. ദ മണി ഇൻകം ഓഫ് കൺസ്യൂമർ റിമെയിൻ കോൺസ്റ്റൻറ്റ്. അതിലത്തെ മണി എന്ന് പറഞ്ഞാൽ എന്താ, അത് കോൺസ്റ്റൻ്റ് ആയിട്ടാണ് നിൽക്കണേന്ന് വയ്ക്കും. ഇതിൽ പ്രൈസ് ലൈനാണ്, അതായത് ഇതിൽ എ ബി എന്ന് കണ്ടോ നിങ്ങൾ, എ ബി അതാണ് എന്തെന്ന് പറഞ്ഞത് നമ്മുടെ പ്രൈസ് ലൈൻ എന്ന് പറയുന്നത്. അതുപോലെ ഇത് കൺസ്യൂമേഴ്സ്, അതിൽ എ ബിയുടെ നടുക്കിൽ ഒരു ഇ എന്ന് പറഞ്ഞൊരു പോയിന്റ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അതിനെ പറയണതാണ് എന്തെന്ന് പറഞ്ഞത് ഇക്വിലിബ്രിയം പോയിന്റ് എന്ന് പറയുന്നത്. അറ്റ് ദ പോയിന്റ് പ്രൈസ് ലൈൻ എ ബി ഈസ് സ്റ്റാൻഡിങ് ടു ഇൻഡിഫറൻസ് കർവ്. എ ബി എന്തിനായിട്ട് ടാൻജൻ്റായിട്ട് ഇരിക്കുന്നത് കണ്ടോ നിങ്ങൾ, ഇൻഡിഫറൻസ് കർവായിട്ട് ടാൻജൻറ്റ് ചെയ്തിട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. സോ നെക്സ്റ്റ് അതിൽ പറയണത് സപ്പോസ് ദ പ്രൈസ് എക്സ് ഫോൾസ്. ഇതിൽ നമ്മൾ എടുക്കാൻ പോകുന്ന കമോഡിറ്റി എന്ന് പറഞ്ഞാൽ അത് എക്സ് ആണെന്ന് വിചാരിക്കും. നമ്മൾ രണ്ട് കമോഡിറ്റീൻ്റെ അതിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്ന ഒരു കമോഡിറ്റീനെ പറ്റിയിട്ടാണ് നമ്മൾ സംസാരിക്കാൻ നമ്മൾ എടുക്കുക. അതിൽ നമ്മൾ കമോഡിറ്റി എക്സ് ആയിട്ടാണ് നമ്മൾ ഇനി പറയാൻ പോകുന്നത്. അതിൻ്റെ പ്രൈസാണ് കുറഞ്ഞെന്ന് നോക്കൂ. ദ കൺസ്യൂമർ ഷാൽ ബി ഏബിൾ ടു ബൈ മോർ ക്വാണ്ടിറ്റി ഓഫ് എക്സ്. അപ്പോൾ അതുകൊണ്ട് കൺസ്യൂമർ ഏറ്റവും കൂടുതൽ എന്താണ് മേടിക്കുക, എക്സ് എന്ന കമ്മോഡിറ്റിയാണ് കൂടുതൽ മേടിക്കുക. മക്കളെ ശ്രദ്ധിക്കൂ, നിങ്ങൾ കണ്ടു എക്സ് കമ്മോഡിറ്റി ഉണ്ട്, വൈ കമ്മോഡിറ്റി ഉണ്ട്. അതിൽ എ ബി എന്ന് പറഞ്ഞ പ്രൈസ് ലൈൻ കണ്ടുവോ, അതിൽ ഇ എന്ന് പറഞ്ഞത് ഇക്വിലിബ്രിയം പോയിൻ്റ് ആണ്. അതേപോലെ തന്നെ അത് എ ബി ഇതിലേക്ക് ടാൻജൻ്റ് ആണ്, കണ്ടോ ആ ഇൻഡിഫറൻസ് കർവ് ഇതിലേക്ക് ടാൻജൻ്റ് ആവണം. ഇതിൽ നമ്മൾ കൺസിഡർ ചെയ്യുന്നത്, സപ്പോസ് ചെയ്യുന്നത് കമോഡിറ്റി എക്സ് ആണ് നമ്മൾ സപ്പോസ് ചെയ്യണത്. അപ്പോൾ ആ കമോഡിറ്റിയുടെ പ്രൈസാണ് കുറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അത് കൂടുതൽ മേടിക്കാനാണ് അവിടെ ശ്രമിക്കുന്നത്. നെക്സ്റ്റ് നമ്മൾ എടുക്കാൻ പോകുന്നത് ഹിയർ ദ മണി ഇൻകം ഓഫ് കൺസ്യൂമർ റിമെയിൻസ് അൺചേഞ്ച്ഡ്. ഇവിടെ നമ്മുടെ ഇവിടെ ഇൻകം ഓഫ് കൺസ്യൂമർ റിമെയിൻസ് അൺചേഞ്ച്ഡ്. ദ പ്രൈസ് ഓഫ് ഐ ഓൾസോ റിമെയിൻസ് അൺചേഞ്ച്ഡ്. ഇതിൽ മണി ഇൻകത്തിന് വലിയ ചേഞ്ച് ഒന്നുമില്ല. അതുകൊണ്ട് വൈ എന്ന് പറഞ്ഞ കമ്മോഡിറ്റി എന്താണ്, ഒരു മാറ്റം എന്നില്ല. ഹെൻസ് ദ പ്രൈസ് ലൈൻ നോട്ട് പാരലൽ ടു ഓൾ പ്രൈസ് ലൈൻ. ഇതിൽ പ്രൈസ് ലൈനിന് ഷിഫ്റ്റ് വരുന്നുണ്ട്, മനസ്സിലായോ? ഈ പ്രൈസ് ലൈനിൽ എന്താ പറയുക, ഷിഫ്റ്റ് കാര്യങ്ങൾ വരുന്നുണ്ട്. പാരലൽ ഷിഫ്റ്റാണ് ഇതിൽ കൂടുതലും കൊടുത്തിരിക്കുന്നത്. നമ്മുടെ കഴിഞ്ഞ ഇതിലൊക്കെ പറഞ്ഞിരുന്നു പാരലൽ ഷിഫ്റ്റ് ആണ് എല്ലാം കർവ് എന്ന് പറഞ്ഞു മറ്റേ ഇതിൽ ഇങ്ങനത്തെ. ഇതിവിടെ പാരലൽ ഷിഫ്റ്റ് അല്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ദ ബഡ്ജറ്റ് ലൈനിന് എന്താണ് ഒരു എന്താ പറയുക ഒരു മാറ്റം, അതായത് ബഡ്ജറ്റ് ലൈനിൽ ഒരു സ്പേസ് നിങ്ങൾ ശ്രദ്ധിച്ചാൽ കാണും. അപ്പോൾ ആ സ്പേസ് ഉള്ളതുകൊണ്ട് ഇത് ഒരു പാരലലായിട്ടല്ല ഇത് കൺസിഡർ ചെയ്യുന്നത്. ദ മണി ഇൻകം ഓഫ് കൺസ്യൂമർ റിമെയിൻസ് അൺചേഞ്ച്ഡ് ആൻഡ് ദ പ്രൈസ് ഓഫ് വൈ ഓൾസോ റിമെയിൻസ് അൺചേഞ്ച്ഡ്. ദ പ്രൈസ് ലൈൻ ഷിൽ നോട്ട് പാരലൽ ദ ഓൾഡ് പ്രൈസ് ലൈൻ. പ്രൈസ് ലൈൻ ഒരിക്കലും എന്താണ് പാരലൽ അല്ല എന്നാണ് പറയുന്നത്. ഓൺലി ഷിഫ്റ്റ് ദ പ്രൈസ് ലൈൻ ബട്ട് നോട്ട് പ്രൈസ്. ഷിഫ്റ്റൊക്കെ ചെയ്യുന്നുണ്ട്, മാറ്റമൊക്കെ വരുന്നുണ്ടെങ്കിൽ പോലും ഇത് പ്രൈസ് ലൈനായിട്ട് ഇതാകുന്നില്ല, പറ്റുന്നില്ല. ഇതിൽ കൂടുതലും ഇറ്റ് ഇൻഡിക്കേറ്റ്സ് വിത്ത് ദ മണി ഇൻകം ഓഫ് കൺസ്യൂമർ ആൻഡ് പ്രൈസ് വൈ റിമെയിൻ കോൺസ്റ്റന്റ്. ദ കൺസ്യൂമർ നോട്ട് ഏബിൾ ടു ബൈ മോർ ക്വാണ്ടിറ്റി ഓൺ വൈ, ഹി ഷാൽ ബൈ മോർ എക്സ് ഓൺ ബിക്കോസ് ദ പ്രൈസ് ഹാസ് ബീൻ ഫോൾ. ഇതിൽ നിങ്ങൾ ശ്രദ്ധിച്ചാൽ കാണും വൈയുടെ കമ്മോഡിറ്റിയിൽ ഒരു എന്താ പറയുക വ്യത്യാസങ്ങളും കാര്യങ്ങളും ഒന്നും ഈ കാണുന്നില്ല. അതിൽ നിങ്ങൾ കണ്ടോ വൈ കുറഞ്ഞു വരുന്നുണ്ട്, എന്തൊക്കെ കൂടുതലാവാണത് നിങ്ങൾ കണ്ടോ, ലൈൻ വരണത് നിങ്ങൾ ശ്രദ്ധിച്ചോ. ഇതിൽ വൈ എന്ന് പറഞ്ഞത് റിമെയിൻ കോൺസ്റ്റൻ്റ് ആയിട്ട് തന്നെയാണ് റിമൈൻ ചെയ്യുന്നത്. അവർക്ക് കൂടുതൽ കാര്യങ്ങളൊന്നും മേടിക്കാൻ സാധിക്കുന്നില്ല. പക്ഷേ വൈക്ക് എന്താണ് പ്രൈസ് കുറഞ്ഞതനുസരിച്ചിട്ട് എന്താണ് ആ സാധനങ്ങൾ മേടിക്കാൻ സാധിക്കുന്നുണ്ട്. ഒന്നും കൂടി പറഞ്ഞുതരാം. ഹിയർ ദ പ്രൈസ് ലൈൻ ഷിഫ്റ്റ് AB1 ഇതിൽ കണ്ടോ, AB എന്ന് പറഞ്ഞാൽ ലൈൻ കണ്ടോ, അതിൽ M1 നോക്കൂ നിങ്ങൾ. M1 എന്താ പറയുക,
എം ആയിട്ട് നോക്കൂ. AB1 now the consumer is at a new equilibrium point E1. E1ലേക്ക് AB1 എന്ന് പറഞ്ഞത് ഇയിലേക്ക് ഇക്വിലിബ്രിയം പോയിന്റ്, ഫസ്റ്റത്തെ ഇക്വിലിബ്രിയം പോയിന്റ് നിങ്ങൾ കണ്ടോ? കണ്ടോ? ഇതാണ് ഫസ്റ്റ് ഇക്വിലിബ്രിയം പോയിന്റ്. ABയിലേക്ക് വരുമ്പോൾ M1 എന്നായിട്ടാണ് അത് കൺസിഡർ ചെയ്യുന്നത്. അത് കൂടുതൽ കണ്ടു നിങ്ങൾ, അതിൽ പോയിന്റ് എന്താ പറയുക ജോയിൻ ചെയ്യുന്നത് കണ്ടോ? അതിൽ E എന്ന ഇക്വിലിബ്രിയം പോയിന്റ് ഉണ്ട്. At the point he buys OM1. ആ സമയത്ത് അവർ ഏറ്റവും മേടിക്കുന്നത് എന്താ? OM1 ആണ്. അടിയിലേക്ക് നോക്കൂ. OM1 കണ്ടോ? കൂടുതൽ മേടിക്കുന്നത് ശ്രദ്ധിച്ചോ നിങ്ങൾ? കമ്മോഡിറ്റിയിൽ OM1 കൂടുതൽ മേടിക്കുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചില്ലേ? നെക്സ്റ്റ് എന്താ ഉണ്ടാവുന്നത്? ദ ക്വാണ്ടിറ്റി ഓഫ് എക്സ് ആൻഡ് ONI ഇപ്പം എന്താവണു? കുറയണോ കണ്ടോ? അതിൻ്റെ സ്പേസിനെ നിങ്ങൾ നോക്കൂ. സ്പേസിൽ നോക്കുമ്പോൾ കാണുന്നുണ്ടോ കുറയണത്? M1ലേക്കല്ലേ കൂടുതൽ വരണേ. NI ആകുമ്പോൾ കുറഞ്ഞു വരണ കണ്ടോ നിങ്ങൾ? അപ്പോൾ suppose the price X falls further, again the real income of consumer increases. The price line shift AB2ലേക്ക് ഷിഫ്റ്റ് ചെയ്യണ സമയത്തോ AB2 നോക്കൂ. ഇതിപ്പോൾ B2ലേക്ക് പോകുമ്പോൾ നിങ്ങളൊന്ന് നോക്കി നോക്കുക. എക്സിൻ്റെ കൊമോഡിറ്റി M1ലേക്ക് എത്തുമ്പോൾ എന്താണ് കൂടണത് കണ്ടോ നിങ്ങൾ? ശ്രദ്ധിച്ചു നോക്കൂ. The point of equilibrium E2 where the budget line A2 is tangent to higher in reference in IC3. IC3 ആകുമ്പോൾ എന്താണ് കൂടുതലാവണമെന്ന് കണ്ടോ? കർവ് കൂടുതലാവണം കണ്ടുണ്ടോ? ഈ PCC കണ്ടോ? ഈ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ഒന്നും കൂടി പറഞ്ഞുതരാം. ഇതെന്ന് പറഞ്ഞത് പ്രൈസ് ലൈൻ AB1 എന്ന് പറഞ്ഞത് ഷിഫ്റ്റ് ചെയ്യണം. AB1 എന്ന് പറയുന്നത് ഈ പ്രൈസ് ഷിഫ്റ്റ് ലൈനാണ് AB1 എന്ന് പറഞ്ഞത് ആദ്യത്തേത്. അതിൽ നൗ ദ കൺസ്യൂമർ റീച്ച് അറ്റ് ദ ന്യൂ ഇക്വിലിബ്രിയം പോയിന്റ് E1ലേക്ക് എത്തുമ്പോൾ നിങ്ങൾ E1 എടുക്കുമ്പോൾ നോക്കൂ. E1 എത്തുമ്പോൾ എന്താണ് അതിൽ B1 എന്ന് പറയുന്ന കമ്മോഡി M1 പറയണത് എന്താണ് കൂടുതലാവണ കണ്ടോ? അടുത്തത് M2ലേക്ക് എത്തുമ്പോൾ എന്തായിരിക്കും കൂടുന്നത് ശ്രദ്ധിച്ചോ? അപ്പോൾ എന്താ പറയുക, സപ്പോസ് ദ പ്രൈസ് ഓഫ് എക്സ് ഫോൾസ് ഫർദർ അഗെയിൻ ദ റിയൽ ഇൻകം ഓഫ് കൺസ്യൂമർ ഇൻക്രീസ്. റിയൽ ഇൻകം കൂടുകയാണ് ചെയ്യുന്നത്. ഈ പ്രൈസ് ലൈൻ എഗെയിൻ AB2ലേക്ക് ഷിഫ്റ്റ് ആകുമ്പോൾ ന്യൂ പോയിന്റ് E2 എന്ന് പറഞ്ഞ പുതിയൊരു പോയിന്റ് എന്താ പറയുക ഉണ്ടാവുകയും ചെയ്യണു. അതേപോലെ തന്നെ ഇത് ഹയർ IC3 എന്ന് പറഞ്ഞിട്ട് ഒരു ഹയർ ടാൻജൻറ്റ് കർവായിട്ട് ഇൻ്റർഫറൻസ് കർവായിട്ടാണ് വരുന്നത്. ഓരോ ഇതിലേക്ക് മാറുമ്പോൾ എക്സ് കമ്മോഡിറ്റി കൂടുന്നതനുസരിച്ചിട്ട് അതിൻ്റെ പ്രൈസ് ഫോൾ ചെയ്യുന്നതനുസരിച്ചിട്ട് റിയൽ ഇൻകം കൂടുന്നത് നമുക്ക് ഈ ഗ്രാഫിൽ തന്നെ ശ്രദ്ധിച്ചാൽ കാണാം. സോ അറ്റ് ദ പോയിന്റ് ദ ക്വാണ്ടിറ്റി ഓഫ് പർച്ചേസ് എക്സ് ഈസ് OM2, ദെൻ Y ഈസ് ON2. ഇതിൽ എക്സ് എന്ന് പറഞ്ഞ കമ്മോഡിറ്റിയിൽ OM2 ആകുമ്പോൾ ON2 ആകുമ്പോൾ കൂടുന്നതും N2 ആകുമ്പോൾ കുറയുന്നതും നിങ്ങൾക്ക് കാണാൻ മനസ്സിലാവും. N2 എന്ന് പറയുമ്പോൾ കുറഞ്ഞ് മേലെ നോക്കി വരും, കുറഞ്ഞിട്ട് വരുന്നത്. ഇത് കൂടിയിട്ട് അടിയത്തത് കൂടിയിട്ട് വരുന്നതാണ് നിങ്ങൾക്ക് കാണാം. When we join all successive point of equilibrium we get a curve. ഈ ഇതിലൊക്കെ ഈ പോയിന്റുകൾ ഇപ്പോൾ OM1 OM2 അതുപോലെ എല്ലാ പോയിന്റുകളും ഒരുമിച്ച് ജോയിൻ ചെയ്യുന്ന ഒരു ഇക്വിലിബ്രിയം പോയിന്റ് ഉണ്ട്. ഇതൊക്കെ ഈ കണ്ടോ ഈ E1 E1 E2 E3 ഒക്കെ പറഞ്ഞിട്ട് ഇവിടെ കണ്ടില്ല ജോയിൻ ചെയ്യുന്ന അങ്ങനെ ജോയിൻ ചെയ്യുന്ന കർവ് അവിടെ ഉണ്ടാവുന്ന പ്രൊഡ്യൂസ് ചെയ്യുന്ന കർവിനെ പറയുന്നതാണ് പ്രൈസ് കൺസംപ്ഷൻ കർവ് ഓർ PCC. ഇതിന് ഒന്നും കൂടി പറയുന്നുണ്ട് പ്രൈസ് ഓഫ് കർവ് എന്നും കൂടി പറയുന്നുണ്ട്. This curve connecting the different equilibrium point when the price of only one commodity changes. ഇതെല്ലാ കർവ്സ് അതായത് എല്ലാ ഇക്വിലിബ്രിയം പോയിന്റ്സ് കർവ്സിനെയും കണക്റ്റ് ചെയ്യുന്നുണ്ട്. വെൻ പ്രൈസ് ഓഫ് ഓൺലി വൺ കമ്മോഡിറ്റി ചേഞ്ച്, ഒരു പ്രൈസിൽ ഒരു പ്രൊഡക്റ്റിൻ്റെ കമ്മോഡിറ്റി ചേഞ്ച് ആൻഡ് ദ പ്രൈസ് ഓഫ് അതർ കമ്മോഡിറ്റി ആൻഡ് മണി ഇൻകം റിമെയിൻ ദ സെയിം. ഒന്നുകൂടി എന്താണെന്ന് വെച്ചാൽ അതിൽ ഒരു പ്രൊഡക്റ്റിൻ്റെ എന്താ പറയുക പ്രൈസിൽ മാറ്റം വരുമ്പോൾ മറ്റേതിൻ്റെ ഇൻകവും അതേപോലെ പ്രൈസും കോൺസ്റ്റൻ്റ് ആയിട്ട് നിൽക്കും. X എന്ന് പറഞ്ഞതിലാണ് നമ്മുടെ പ്രൈസ് ചേഞ്ച് ചെയ്തത്. ഇപ്പോൾ എത്ര ഡയഗ്രാമിൽ കണ്ടു X
പറഞ്ഞ പ്രൊഡക്റ്റിൻ്റെ പ്രൈസാണ് ചേഞ്ച് ചെയ്തത്. ആ സമയത്ത് പ്രൈസ് ചേഞ്ച് ചെയ്യുമ്പോൾ എന്തുണ്ടായേ, വൈ എന്ന് പറയുന്ന കമ്മോഡിറ്റി റിമെയിൻ കോൺസ്റ്റൻ്റ് ആണ്. അതിന് പറയണതാണ് എന്തെന്ന് പറഞ്ഞാൽ PCC, ടു ഷോ ഹൗ ടു ചേഞ്ച് ദ പ്രൈസ് ഓഫ് ഗുഡ് എഫക്ട് ദാറ്റ് കൺസ്യൂമർ പർച്ചേസ് ഓർ ഇക്വിലിബ്രിയം. അതാണ് എന്തെന്ന് പറഞ്ഞാൽ പ്രൈസ് കൺസെപ്ഷൻ കർവ്. പ്രൈസിലുണ്ടാകുന്ന ചേഞ്ചസ്, മാറ്റങ്ങൾ മറ്റേതിന് റിമെയിൻ കോൺസ്റ്റൻ്റ് ആയിരിക്കും. ഇനി പ്രൈസ് കൺസെപ്ഷൻ കർവ് ഡിഫറെൻറ്റ് ഷേപ്സസ് ആണ്. ഇപ്പം നമ്മളിപ്പോൾ നേരത്തെ പഠിച്ചതാണ് ഡൗൺവേർഡ് സ്ലോപ്പിംഗ് എന്ന് പറഞ്ഞാൽ. ഇൻ ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് വി ഒബ്റ്റെയിൻ ഡൗൺവേർഡ് സ്ലോപ്പിംഗ് പ്രൈസ് കൺസെപ്ഷൻ കർവ് ഫോർ ഗുഡ് എക്സ് വെൻ ദ ഡിമാൻഡ് ഈസ് ഇൻഇലാസ്റ്റിക്. അതായത് നമ്മുടെ എക്സ് എന്ന് പറയുന്ന കമ്മോഡിറ്റി പ്രൈസ് കുറയുമ്പോൾ, അതായത് എക്സ് എന്ന് പറഞ്ഞത് കൂടും, വൈ കുറയുമ്പോൾ പ്രൈസ് ഇലാസ്റ്റിസിറ്റി, പ്രൈസ് കുറയാണ്. അപ്പോൾ പ്രൊഡക്റ്റ് കൂടുതൽ മേടിക്കുന്നു. അതാണ് ഇലാസ്റ്റിസിറ്റി എന്ന് പറയുന്നത് അല്ലേ. നമ്മളൊരു പ്രൈസ് കുറയുമ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കലി എന്താ, കമ്മോഡിറ്റി കൂടുതൽ മേടിക്കുന്നു. അത് അപ്പോൾ എന്താണ്, അതായത് ഡൗൺവേർഡ് സ്ലോപ്പിംഗ് ആയിട്ടാണ് മാറുന്നത്. ഇത് നമ്മൾ നേരത്തെ പഠിച്ചിരിക്കുന്നു. നെക്സ്റ്റ് ആണ് എന്തെന്നാണ് അപ്വേർഡ് സ്ലോപ്പിംഗ് ആകുമ്പോൾ എന്താണ് ഉണ്ടാവാൻ പോകുന്നത്. അപ്വേർഡ് സ്ലോപ്പിംഗ് ആകുമ്പോൾ എന്താ, വെൻ ഒബ്റ്റെയിൻ അപ്വേർഡ് സ്ലോപ്പിംഗ് പ്രൈസ് കൺസെപ്ഷൻ ഫോർ ഗുഡ്സ് എക്സ് വെൻ ദ ഡിമാൻഡ് ഫോർ ഗുഡ് ഈസ് ഇൻഇലാസ്റ്റിക്. മറ്റ് ഇലാസ്റ്റിക് ആണ്, ഇത് ഇൻഇലാസ്റ്റിക് ആണ്. ഇലാസ്റ്റിസിറ്റി ഇല്ലാത്ത കേസ് എന്ന് പറഞ്ഞത്. അതായത് ഗുഡ്സ് എക്സിന് മാറ്റം വരുമ്പോൾ ഇൻഇലാസ്റ്റിസിറ്റി വരും. ഗുഡ്സിന് മാറ്റം വരും, ക്വാണ്ടിറ്റിയിൽ മാറ്റം വരും, ഗുഡ് കൂടുതൽ വാങ്ങും, അതായത് ക്വാണ്ടിറ്റിയിൽ വ്യത്യാസം വരും. അപ്പോൾ എന്താ, ഗുഡ് കൂടുതലായിട്ട് മേടിക്കും. ആ സമയത്ത് എന്താണ്, നമുക്കതിനെ ഒരു എന്താ പറയുക അപ്വേർഡായിട്ട്, മറ്റേത് നമുക്ക് ചിലപ്പോൾ എക്സിനൊക്കെ ആയിരിക്കും മാറ്റം വരുന്നുണ്ടാവുക. അപ്പോൾ നമുക്ക് കാണുമ്പോൾ എന്താണ് കാണാനത്, അതിൽ ഈ രണ്ട് കർവുകൾ വെച്ച് നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അപ്വേർഡിലേക്കാണോ പോണേ ഡൗൺവേർഡിലേക്കാണോ പോണേ എന്ന്. അപ്പോൾ അതിനെ എന്താണ് പറയുന്നത്, അപ്വേർഡ് സ്ലോപ്പ്, അതായത് ഇലാസ്റ്റിസിറ്റി ഈസ് ലെസ് ദാൻ 1. ആ സമയത്ത് ഉണ്ടാവുന്നതാണ് എന്തെന്ന് പറയുന്നത് അപ്വേർഡ് ആവും. അപ്പോൾ അവരുടെ ഇതെന്ന് പറയുന്നത് അപ്വേർഡ് ആവും. നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ ഇത്ര ഇമ്പോർട്ടൻ്റ് അല്ല, അതായത് ബാക്ക്വേർഡ് സ്ലോപ്പിംഗ്, അതായത് തിരിഞ്ഞു പോകണമുണ്ടോ, ബാക്ക്വേർഡ് സ്ലോപ്പിംഗ്. അതായത് പ്രൈസ് കൺസെപ്ഷൻ കർവ് ക്യാൻ ബി ഓൾസോ ഹാവ് എ ബാക്ക്വേർഡ് സ്ലോപ്പിംഗ് ഷേപ്പ്. ദിസ് ഈസ് ട്രൂ ഇൻ കേസ് ഓഫ് എസെൻഷ്യൽ ടൈപ്പ് ഓഫ് ഗുഡ്സ് കോൾഡ് ഗിഫൺ ഗുഡ്സ്. ഗിഫൺ ഗുഡ്സ് എന്ന് പറഞ്ഞാൽ ഇൻഫീരിയർ ഗുഡ്സ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അതായത് എന്താ പറയുക, പ്രോഡക്റ്റിന് വില കൂടുമ്പോൾ, അതായത് നമ്മുടെ ലക്ഷറീസ് ആയിട്ടുള്ള ഐറ്റംസ്, ആ സമയത്ത് ഉണ്ടാവുന്നതാണ് ബാക്ക്വേർഡ് സ്ലോപ്പിംഗ് എന്ന് പറഞ്ഞാൽ. ചാൻസ് കുറവാണ് അങ്ങനത്തെ ഇത് പറയാൻ. കൂടുതൽ ഈ രണ്ട് കർവ് തന്നെയാണ് കൂടുതലും പറയണത്, അപ്വേർഡും ഡൗൺവേർഡും ആണ്. ജസ്റ്റ് പറഞ്ഞു എന്ന് മാത്രം. ഇതാണ് എന്താണ് പ്രൈസ് കൺസെപ്ഷൻ കർവിൽ ബാക്ക്വേർഡ് സ്ലോപ്പിംഗ്. അതുണ്ടോ, സ്ലോപ്പിംഗ് കണ്ടില്ലേ. അപ്പോൾ ഇതാണ് ഇതെന്ന് പറഞ്ഞാൽ പ്രൈസ് കൺസെപ്ഷൻ കർവ് എന്ന് പറയണു. അപ്പോൾ താങ്ക് യു.